നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വിഷുഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. പുണർദം നക്ഷത്രം. ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ പുണർദം നക്ഷത്രക്കാർ അന്ത്യശൂലത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം ദോഷപ്രദമാണ്. മിഥുനം രാശിക്കാരെ അപേക്ഷിച്ച് കർക്കിടകം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ദോഷഫലം താരതമ്യേന കുറവായിരിക്കും. കുടുംബത്തിലെ വിഷമതകൾക്ക് രമ്യമായ രീതിയിൽ പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കണം. ചെറിയ യാത്രകൾ ഫലവത്താവുകയും പ്രതീക്ഷിക്കാത്ത ചില അവസരങ്ങൾ കൺമുന്നിൽ തെളിയുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ തടസ്സങ്ങളെല്ലാം തന്നെ അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. അനാവശ്യമായ ഭയം നിമിത്തമായിട്ട് ഗുണകരമായിരിക്കുന്ന പല അവസരങ്ങളും നഷ്ടപ്പെട്ടു പോയേക്കാം. മുതിർന്ന വ്യക്തികളിൽ നിന്നും ധനം കൈവശം വന്നു ചേരും. കാരണമില്ലാതെ എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകാമെങ്കിൽ പോലും ക്ഷമയോടുകൂടി പ്രവർത്തിക്കണം. അതുവഴിയായിട്ട് തനിക്ക് കാര്യങ്ങളെയെല്ലാം തന്നെ അനുകൂലമാക്കുവാനും സാധിക്കുന്നതാണ്. സഹോദരങ്ങൾ നിമിത്തമായിട്ടോ സഹായികളാലോ ധനനഷ്ടത്തിനും ഇട കാണുന്നുണ്ട്. പ്രേമകാര്യങ്ങളിൽ ഭംഗവും ദമ്പതികൾ തമ്മിൽ വിയോജിപ്പും ഉണ്ടാകും. പല സംഗതികളിലും അനാവശ്യമായിരിക്കുന്ന വൈകാരികത പ്രകടിപ്പിക്കുക വഴിയായിട്ട് ബന്ധങ്ങൾ മോശമായേക്കാം. മോഷണത്തിനും ചൂഷണത്തിനും ഇരയാകാതെ ശ്രദ്ധിക്കണം. അഗ്നി, ആയുധം, വിഷം എന്നിവയാൽ ഭയമേൽക്കാനും സാധ്യതയുണ്ട്. ആത്മവിശ്വാസമാർന്ന പ്രവർത്തനങ്ങളിലൂടെ കാര്യവിജയം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പുരുഷ സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും രാജഗോപാല യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും നന്മ വരുത്തുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.